ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈശോയുടെ ഉത്ഥാനവും സ്വർഗാരോഹണവുമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പെന്തക്കോസ്തയെക്കുറിച്ചാണ്. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിയുമ്പോഴാണ് പെന്തക്കോസ്ത തിരുനാൾ ആഗതമാകുന്നത്. അല്ലെങ്കിൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത വരവായി. പഴയ നിയമകാലങ്ങളിൽ യഹൂദർ ആചരിക്കേണ്ട 3 പ്രധാന ഉത്സവങ്ങളുണ്ട്. ആദ്യമേ അവരാഘോഷിക്കുന്നത് കടന്നുപോകലിൻ്റെ തിരുനാൾ, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ആ മാസം കണക്കാക്കിയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിന് ശേഷം 50-ാം ദിവസമാണ് വിളവെടുപ്പ് തിരുനാൾ അഥവാ പെന്തക്കോസ്ത തിരുനാൾ അവരാചരിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾക്ക് ലഭിക്കുന്ന വിളവുകളുടെ ആദ്യ ഫലവും വിളവെടുപ്പിൻ്റെ ആഘോഷവും, അതായത് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് 7 ആഴ്ചകൾക്ക് ശേഷം വരുന്നതാണ് വിളവെടുപ്പുകളുടെ ആഘോഷത്തിന് തിരുനാൾ അവർ കൊണ്ടാടുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിന് ശേഷം 50 ദിവസം കഴിഞ്ഞ് വരുന്ന വിളവെടുപ്പ് തിരുനാളിനെയാണ് യഹൂദർ പെന്തക്കോസ്ത തിരുനാളായി കണ്ടിരുന്നത്. യഹൂദരുടെ ഇടയിൽ 3 തിരുനാളുകളാണ് പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനെന്തിനു വേണ്ടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നുണ്ട്, എന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം തിരുനാളുകൾ ആഘോഷിക്കണം. അത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കർത്താവ് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്ത് ഇസ്രായേൽ ജനത ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ മുൻപിൽ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായി കാഴ്ചകൾ അർപ്പിക്കണം. അപ്പോൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന് കാഴ്ചകൾ അർപ്പിക്കും. പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പെന്തക്കോസ്ത എന്ന വാക്ക് കടന്നു വരുന്നത്. പെന്തക്കോസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. പെന്തക്കോസ്തയ്ക്ക് പുതിയ മാനം ലഭിക്കുന്നത്, പുതിയ അർത്ഥം ലഭിക്കുന്നത് പുതിയ നിയമത്തിലൂടെയാണ്. ഈശോ ഉത്ഥാനം ചെയ്ത് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത കടന്നു വരുന്നു. ആ പെന്തക്കോസ്തയിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു ശബ്ദമുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. തീനാവുകൾ പോലെയുള്ള അഗ്നിജ്വാലകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത
ഭാഷണവരത്തിൽ അവർ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഉദ്ധിതനായ മെസ്സിയ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10-ാം ദിവസമാണ് പെന്തക്കോസ്തയുടെ വരവ്. പഴയ നിയമകാലത്തിൽ യഹൂദർ ആചരിക്കേണ്ട 3 തിരുനാളുകൾ: 1 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, 2 വിളവെടുപ്പ് തിരുനാൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത തിരുനാൾ, 3 കൂടാര തിരുനാൾ. ഈ തിരുനാളുകളിൽ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിയമാവർത്തന പുസ്തകം 16, 16, 17 നമ്മൾ കണ്ടു കഴിഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന പെന്തക്കോസ്ത പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ കടന്നു വരുന്നതാണ്. ആ സമ്മേളിച്ചെന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഈശോയുടെ വാഗ്ദാനമായിരുന്നു, അതവിടുന്ന് നിറവേറ്റി. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാകുവാൻ, നമ്മളെ ഉണർത്തുവാൻ, നമ്മളെ പ്രശോഭിക്കുവാൻ അവിടുത്തെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരാൻ തീക്ഷണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.